കിച്ചാമണി സ്കൂൾ അടച്ചിട്ട് വേണം കിച്ചാമണിക്ക് കുറെ ബോട്ടിലാട്ട് ചെയ്യാൻ, ആർട്ട് വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇതിക്കടെ വിരളി പിടിച്ച് നടക്കുമായിരുന്നു കേട്ടോ. സ്കൂൾ അടയ്ക്കാൻ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ കക്ഷി ബോട്ടിലാട്ട് ചെയ്യാനായിട്ട്. ഇത് ഭയങ്കര സെറ്റപ്പാണല്ലോടി. ആ ഭയങ്കര രസമുണ്ട് കേട്ടോ. കിച്ചാമണിക്ക് എന്നാണേലും ബോട്ടിലാർട്ട് ഫിനിഷിങ് കുറവാ, അവള് ചെയ്യുന്നതെല്ലാം ഫിനിഷിങ് കുറവാന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അതെ പുതിയ സ്കിൽസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ കിച്ചാമണിയെ. അല്ലെങ്കിലും കിച്ചാമണിക്ക് അറിയാം, അതൊന്ന് മോഡിഫിക്കേഷൻ ചെയ്തെടുത്താൽ മതിയായിരുന്നു. അതെ, അവളെന്തേലും വാരി വലിച്ച് അടിച്ചിട്ട് പോകും കേട്ടോ. അതും ഒറ്റ ദിവസം കൊണ്ട് ബോട്ടിലാട്ട് ചെയ്യാതിരിക്കുന്ന ടീമാണ്. 2 മണിക്കൂറും കൊണ്ടൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ അവളോട് എടി ബേസ് കൊടുത്തിട്ട് ഒരു ദിവസം ഉണങ്ങാൻ വെക്ക്, എന്നിട്ട് ചെയ്യുക, അന്നേരം നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നലെ ഞങ്ങളിരുന്ന് ബേസ് കൊടുത്തതാണ്. ഇതിപ്പോൾ 1 ലെയറാണ് കേട്ടോ ഈ ഒരു കുപ്പി കൊടുത്തിട്ടുള്ളൂ. ഈ കുപ്പിയിൽ നമ്മൾ 2 ലെയർ കൊടുത്തിട്ടുണ്ട്. എനിക്കിത് വൈറ്റിൽ ഡിസൈൻ ചെയ്ത് എന്തെങ്കിലും വരയ്ക്കാനാണ്, അതിൽ വേറെ കളറ് മൊത്തം കവർ ചെയ്തെടുക്കാനാണ് കേട്ടോ ഇതുപോലെ. അതുകൊണ്ട് 1 ലെയർ കൊടുത്താലും മതി അല്ലേടാ. അപ്പോൾ കിച്ചാടി വളരെ കെയർഫുൾ ആയിട്ടാട്ടോ ചെയ്യുന്നത്. നല്ല കുപ്പികളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയി പെറുക്കിയതായിരുന്നു, വേറൊരു വീട്ടിൽ പോയി. എന്നാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കിച്ചാമണി ഇനി ഇതിന് മേളിൽ എന്നാ വരച്ചെടുക്കുന്നേ? എന്ത് ഡിസൈൻ? ഹാർട്ട്, ഫ്ലവർ, ഹാർട്ട് ഇല്ലേ? അതിനാടി ഹാർട്ട് ഇഷ്ടല്ലേ വരയ്ക്കണേ? ഇല്ല, നിലവിൽ എന്താണേലും അവള് ഹാർട്ടൊന്നും വരയ്ക്കുന്നില്ല കേട്ടോ. പിന്നെന്താടാ ഫ്ലവറാണോ വരയ്ക്കണേ? പുഷ്പ ഫ്ലവർ അല്ലടാ, ഫയറാടാ, ഫയർ വരച്ചോടി. അവള് ഭയങ്കര പുഷ്പ ഫാനാണ് കേട്ടോ. പുഷ്പ 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 പുഷ്പരാജ് അല്ലേ? പിന്നെ മറ്റേ ആര്യയൊക്കെയാണോ ഇഷ്ടം? അല്ലു അർജുൻ്റെ കടുത്ത അല്ലു അർജുൻ ഫാനായിരുന്നു കേട്ടോ ഗൈസ്. ഇപ്പൊ അവള് ചുമ്മാ പറയുന്ന അല്ലടാ. എടി ഈ ബോട്ടിൽ നോക്കിയിട്ട് എന്ത് രസമാണെന്നോ. നല്ല ബോട്ടിലല്ലേ എടി? ഞാനത് പെട്ടെന്ന് തന്നെ അത് കിട്ടിയതേ ഞാൻ പറഞ്ഞു കേട്ടോ, അത് എൻ്റെ ബോട്ടിലാണ്. അതിന്റെ കുഞ്ഞാണ് കേട്ടോ അപ്പുറം ഇരിക്കുന്നത്. സെയിം ബ്രാൻഡാണ് രണ്ടും. അത് ഒരു ഷെയ്ഡ് പോലെ നീ അത് രണ്ടാമത് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് ലൈറ്റ് ആയിപ്പോയി. അപ്പോൾ ഒരു ഷെയ്ഡ് പോലെ ഇത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയോ. പിന്നെ നീ അതിന്റെ മേളിൽ വരയ്ക്കുന്ന ഡിസൈൻ ആണല്ലോ അൾട്ടിമേറ്റ്ലി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം അത് പ്രശ്നം വരില്ല. അപ്പം പണ്ട് കിച്ചാമണി ചെയ്ത ബോട്ടിലാട്ടാണ് കേട്ടോ. അതിൽ നിന്ന് എത്ര ഇമ്പ്രൂവ് ആയി നോക്കിയേ അവളുടെ ഇപ്പോഴത്തെ ആർട്ട്. നല്ല രസമുണ്ടടാ നിന്റെ വർക്കൊക്കെ കാണാനായിട്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോ. കിച്ചാമണി ആളാരാ മോൾ? കിച്ചാമണി ആള് പുള്ളിയല്ലേ? പുള്ളി ഭയങ്കര പുള്ളിയാണ് ഗായ്സ്.